തലമുറ മാറ്റത്തിൻ്റെ പ്രത്യേകതയൊന്നുമില്ല. പാർട്ടിയിൽ എല്ലാ തലമുറയിലും പെട്ട ആളുകളുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ പാർട്ടി എന്നുള്ളത് കൂട്ടായ പാർട്ടി നേതൃത്വമാണ്. വലിയ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്. എറണാകുളം പോലെയുള്ളൊരു ജില്ലയിലെ പാർട്ടിയെ നയിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം തീർച്ചയായും പാർട്ടി കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കും ഗുണകരപ്രദമാകുന്ന വിധത്തിൽ ആത്മാർത്ഥമായി നിർവഹിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. പാർട്ടിയിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഐക്യം കഴിഞ്ഞ സമ്മേളനം തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എറണാകുളം പാർട്ടിയുടെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനത്തിൻ്റെ ഉള്ളടക്കത്തിലെ പ്രധാനപ്പെട്ട ഒന്ന് ജില്ലയിലെ പാർട്ടി കൈവരിച്ച ഐക്യമാണ്. ആ ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി കൂടുതൽ ജനകീയ ബന്ധത്തെ പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള പരിപാടികളാണ് പാർട്ടി സമ്മേളനം രൂപകൽപ്പന ചെയ്തിരുന്നത്. അത് പ്രായോഗിക തലത്തിൽ വികസിപ്പിക്കാൻ ചെറുപ്പത്തിൻ്റെ പ്രസരിപ്പും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ പരമാവധി പരിശ്രമിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുകയാണ്. അല്ല, പാർട്ടിയിലെ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്, ചെറുപ്പക്കാരുമുണ്ട്, മുതിർന്ന ആളുകളുണ്ട്. ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് പാർട്ടി എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തം എന്നുള്ളത് ഓരോ കാലത്ത് അനുയോജ്യമാകുന്ന രൂപത്തിൽ നിയോഗിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിക്കുന്നു, ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നു എന്നുള്ളതാണ് പറയാൻ. ഈ എറണാകുളം ജില്ല കുറച്ചുകൂടി മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ വെല്ലുവിളി നിറഞ്ഞ ഒരു ജില്ലയാണ്. സ്വാഭാവികമായിട്ട് ഏത് തരത്തിലായിരിക്കും അവിടെ പാർട്ടിയുടെ അടുത്തിട്ട്? അല്ല, ഇവിടെ തൊഴിലാളി വർഗ മൂവ്മെൻറ്റിന് നല്ല കരുത്തുള്ള ജില്ലയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എനിക്കൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നമ്മുടെ മുന്നേറ്റത്തിൻ്റെ കുറവിനെയായിരിക്കും ഉദ്ദേശിക്കുക. പക്ഷേ പാർട്ടി സംഘടനാപരമായി രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായി നല്ല അടിത്തറയുള്ള പാർട്ടി ഇവിടെയുണ്ട്. ആ പാർട്ടിയെ കൂടുതൽ ജനകീയ പാർട്ടിയാക്കി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് ഇനി നിർവഹിക്കാനുള്ളത്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച് സമ്മേളനത്തിൻ്റെ പൊതുവിലയിരുത്തലും അതുതന്നെയായിരുന്നു. പാർട്ടിക്കകത്ത് മുൻകാലങ്ങളിൽ വളരെ നേരത്തെ നിലനിന്നിരുന്ന അനൈക്യങ്ങൾ ഇത്തരം മുന്നേറ്റങ്ങൾക്ക് പ്രയാസം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശ്രമകരമായ ഇടപെടലിൻ്റെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ഒന്നാകെയുള്ള പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ സഹായത്തോടെയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി നല്ല മാറ്റം നമ്മുടെ ജില്ലയിലെ പാർട്ടി സംഘടനാ രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ശക്തിയായി മുമ്പോട്ട് പോകാൻ കഴിയും. തീർച്ചയായും വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കോയ്മയുള്ള പ്രദേശം എന്ന നിലയിൽ വലതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ തുറന്നു കാണിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ജനങ്ങളെ അണിനിർത്താനുള്ള പ്രവർത്തനം തുടർച്ചയായി ഏറ്റെടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രദ്ധിച്ചില്ല. ഇല്ല, വലിയ വെല്ലുവിളി ഒന്നുമല്ല. സ്വാഭാവികമായ സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഞങ്ങളെല്ലാവരും കൂട്ടായി അത് നിർവഹിക്കും എന്നാണ് സൂചിപ്പിക്കുക. ഇല്ല, വിഭാഗീയത എന്നൊന്ന് ഇപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നില്ല. നിങ്ങൾ മുൻകാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നോ നമ്മളെ വിലയിരുത്തിയതോ പോയിട്ടുള്ള ഒരു വിഭാഗീയ പ്രവർത്തനം ഇന്ന് നമ്മുടെ ജില്ലയിലെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നില്ല, കേരളത്തിലെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നത്. പിന്നെ സ്വാഭാവികമായും മനുഷ്യരുടെ പാർട്ടിയാണ് ഈ പാർട്ടി എന്നുള്ളത് കൊണ്ട് ചില വ്യക്തിപരമായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവും. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അത് മുൻകാലത്തെ പോലെ വിഭാഗീയതയ്ക്ക് സമാനമല്ല, ഒറ്റപ്പെട്ട വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ്. അതിനെ ഞങ്ങൾക്ക് കൂട്ടായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. അല്ല, അതൊക്കെ നമുക്ക് തുടർച്ചയായി ചർച്ചയുണ്ടല്ലോ, ഇനിയും സമയമുണ്ട്, ചർച്ച ചെയ്ത് പരിഹരിക്കാം. അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണ്. അല്ല, ഇത് ഇപ്പോൾ പുതിയ ജില്ലാ സെക്രട്ടറി വന്നതുകൊണ്ട് പ്രത്യേക ഒരു ശക്തിപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം പാർട്ടി ഒരു തുടർച്ചയായ പ്രവർത്തനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്ന് നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഇവരെ അറിയാം. ആ ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഭാവി പരിപാടികളുടെ കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.